have studied about in the relativistic formulation, the most important transformation is Lorentz transformation. നമ്മൾ റിലേറ്റിവിറ്റിയുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് പോസ്റ്റുലേറ്റ്സ് ആണ്. ഐൻസ്റ്റീൻ പോസ്റ്റുലേറ്റ്സുമായിട്ട് കൺസിസ്റ്റന്റ് അല്ല. ഐൻസ്റ്റീൻ പോസ്റ്റുലേറ്റുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. അപ്പൊ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ് വിശദീകരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ സ്വാഭാവികമായിട്ടും നമ്മളെ റിലേറ്റിവിറ്റി ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. വി ഹാവ് ടു ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. വൺ ഈസ് ആക്ച്വലി ദി ഫ്രെയിം ഓഫ് റെഫറൻസ് ഓഫ് ദി ഒബ്സർവർ, ഓ ദ അതർ ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഓഫ് ഓ പ്രൈം. ഓ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്സർവർ ആണ്, ഓ പ്രൈം മൂവ് ചെയ്യുന്ന ഒബ്സർവർ ആണ്. ഓക്കെ, for both the observers they have their own x-axis, y-axis and z-axis. ഓയുടെ ആക്സിസുകൾ എക്സ് വൈ സെഡുകളാണ്. അതേപോലെ തന്നെ പ്രൈംഡ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓ പ്രൈമിന്റെ ആക്സിസ് എക്സ് പ്രൈം ആക്സിസ്, വൈ പ്രൈം ആക്സിസ്, സെഡ് പ്രൈം ആക്സിസ് ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഓ പ്രൈം ഈസ് മൂവിങ് in with a uniform speed u in which direction? In the direction of their common x prime direction. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതില് നമുക്കറിയാം ഏതൊരു ഈവന്റിനും എനി ഈവന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 3 പൊസിഷൻ കോർഡിനേറ്റ്സ് ആൻഡ് 1 ടൈം കോർഡിനേറ്റ്. പൊസിഷൻ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ്, വൈ, സെഡ് ആൻഡ് ടി. അതാണ് ഒരു ഈവന്റിന്റെ പൊസിഷൻ, ഈവന്റിന്റെ കോർഡിനേറ്റ് അക്കോർഡിംഗ് ടു ഓ. The same event will be described as x prime, y prime, z prime and t prime, as per the second inertial frame, that is O prime observer. അപ്പോൾ അക്കോർഡിംഗ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ അത് പറഞ്ഞിരുന്നു. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ്? എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ പ്രൈം ഈസ് ഈക്വൽ ടു വൈ, സെഡ് പ്രൈം ഈക്വൽ ടു സെഡ് ആൻഡ് ടി പ്രൈം ഈസ് ഈക്വൽ ടു ടി. അങ്ങനെയായിരുന്നു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. എന്നാൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഈ പറയുന്ന ഇതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, okay, it is something like this: x prime is equal to x minus vt divided by say root of 1 minus u square by c square. Okay, similarly y prime is equal to y, z prime is equal to z, t prime is equal to ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ t prime equal to t ആണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം t prime is equal to t minus u by c square into x divided by root of 1 minus u square by c square എന്നാണ്. ഈ കാണുന്ന എക്സ്പ്രഷൻ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുക, ഈ 1 by root 1 minus u square by c square-നെ ഗാമ എന്ന് എഴുതാറുണ്ട്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ 1 by root 1 minus u square by c square-നെ ഗാമ എന്ന് എഴുതുമ്പോൾ അത് കുറെ കൂടി ഒരു കോമ്പാക്ട് ഫോമിൽ ഇങ്ങനെ എഴുതും. അതായത് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി, വൈ പ്രൈം ഇസ് ഈക്വൽ ടു വൈ, സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു സെഡ്, ടി പ്രൈം ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ടി മൈനസ് യു ബൈ സി സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, ഈ ഗാമയ്ക്ക് ലോറൻസ് ഫാക്ടർ എന്നൊരു പേരുണ്ട്, ലോറൻസ് ഫാക്ടർ. ഓക്കെ, ഗാമയുടെ ഇത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് 1 by root 1 minus u square by c square ആണ്. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന്റെ പ്രത്യേകത, ദീസ് ഇക്വേഷൻസ് ആർ ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്രൈം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫസ്റ്റ് പവർ ഓഫ് എക്സ് ആൻഡ് ടി, അല്ലെ? എക്സ് റേസ് ടു 1ഉം ടി റേസ് ടു 1ഉം ഒക്കെ ഉള്ളൂ, അതല്ലാത്ത വേറൊന്നുമില്ല. അതായത് ടി റേസ് ടി സ്ക്വയറോ ടി ക്യൂബോ എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ വൈ സ്ക്വയറോ അങ്ങനെ
വേറെ എക്സ് റേസ് ടു 1 അല്ലെങ്കിൽ ടി റേസ് ടു 1 അല്ലെങ്കിൽ വൈ റേസ് ടു 1 അല്ലെങ്കിൽ സെഡ് റേസ് ടു 1 അങ്ങനെ ലിനിയർ പവർ അല്ലെങ്കിൽ പവർ 1 ആയിക്കൊണ്ടുള്ള ഫാക്ടറുകളാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ലിനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. മാത്തമാറ്റിക്കലി അതിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്നാണ് പറയാ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ ആകാൻ കാരണമുണ്ട്, അത് സ്പേസും ടൈമും ഹോമോജീനിയസ് ആയതുകൊണ്ടാണ്. സോ ദ ട്രാൻസ്ഫോർമേഷൻസ് ആർ ലീനിയർ ബിക്കോസ് ബിക്കോസ് ഓഫ് ദ ഹോമോജീനിറ്റി ഓഫ് സ്പേസ് ആൻഡ് ടൈം. എന്ന് മാത്രമല്ല ഈ ഇക്വേഷൻ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഐൻസ്റ്റീൻസ് പോസ്റ്റുലേറ്റുമായി കൺസിസ്റ്റന്റ് അല്ല. നമുക്കറിയാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ്ഡ് ഓൺ ടു പോസ്റ്റുലേറ്റ്. വൺ ഈസ് ലോസ് ഓഫ് ഫിസിക്സ് ഈസ് സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിം, അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ് അല്ലെങ്കിൽ ഓൾ ഫ്രെയിംസ്. ആ പോസ്റ്റുലേറ്റുമായി കൺസിസ്റ്റന്റ് ആവുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന്റെ പോരായ്മ അത് ഐൻസ്റ്റീൻസ് പോസ്റ്റുലേറ്റുമായിട്ട് കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പഠിച്ച ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് അത് പിന്നെ വെലോസിറ്റി ഓർഡിനറി വെലോസിറ്റീസിൽ അല്ലെങ്കിൽ ഓർഡിനറി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വെലോസിറ്റീസിൽ ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് ഇക്വേഷൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഗാമ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒക്കെ അതായത് ഫോർ യു ഈസ് മച്ച് ലെസ് ദാൻ സി, വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വെലോസിറ്റിയിൽ ഈ ഗാമ ഫാക്ടർ അല്ലെങ്കിൽ ലോറൻസ് ഫാക്ടർ 1/√1 - u²/c² എന്ന് പറയുന്നത് നമുക്കറിയാം. യു മച്ച് ലെസ് ദാൻ സി ആവുമ്പോൾ u/c വിൽ ബി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഗാമ എന്തായാലും 1 - എ സ്മോൾ ക്വാണ്ടിറ്റി വിൽ ബി ഓൾമോസ്റ്റ് 1 വരും. ഗാമ ഓൾമോസ്റ്റ് 1 വരും. ഓക്കെ, വെൽ സോ സിമിലർലി അപ്പൊ നോക്കൂ നിങ്ങൾ, എക്സ് പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വരും? എക്സ് പ്രൈം ഈസ് ഗാമ ഓൾമോസ്റ്റ് 1 വന്നാൽ ഗാമ ഇൻറ്റു x - vt എന്നുള്ളത് ഈ ക്വാണ്ടിറ്റി എന്തായി മാറി? x - vt ആയി മാറി. ഓക്കെ, പിന്നെ y പ്രൈം ഇസ് ഈക്വൽ ടു y തന്നെയാണ്. ഓക്കെ, z പ്രൈം ഇസ് ഈക്വൽ ടു z തന്നെയാണ്. എന്നാൽ t പ്രൈം ഇസ് ഈക്വൽ ടു ഗാമ അല്ലെ? t പ്രൈം ഇസ് ഈക്വൽ ടു ഗാമ. ഗാമ മീൻസ് ഗാമ ഈസ് 1 അല്ലെ? when velocity u/c is much less than 1. ഗാമ 1 ആണ്. പിന്നെ t അല്ലെ മൈനസ് ഈ കാണുന്ന u/c² എന്നുള്ളത് u/c തന്നെ എന്താ പറയാ മച്ച് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ u/c² വിൽ ബി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ t പ്രൈം ഈസ് ഈക്വൽ ടു t എന്ന് കിട്ടും. t പ്രൈം ഈസ് ഈക്വൽ ടു t. അങ്ങനെ വെലോസിറ്റി ഓഫ് ലൈറ്റ് വെലോസിറ്റി ഓഫ് ദി ബോഡി അല്ലെങ്കിൽ ഫ്രെയിം ഈസ് മച്ച് സ്മോളർ ദാൻ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദെൻ Galilean transformation, the Lorentz transformation equation will be reduced to Galilean transformation equation.